ഹായ് നമസ്കാരം. 5 മക്കളെ നൊന്ത് പ്രസവിച്ച ഒരമ്മയെ 4 മക്കൾ ഉപേക്ഷിച്ചെങ്കിലും നോക്കാൻ മനസ്സുണ്ടായിട്ടും സാഹചര്യം അതിനനുവദിക്കാതെ വന്ന ഒരു മകൻ്റെ നിസ്സഹായ അവസ്ഥയെക്കുറിച്ചാണ്, അല്ലെങ്കിൽ ആ ഒരു നിസ്സഹായ അവസ്ഥ കാരണം ഒപ്പം കൂട്ടേണ്ടി വന്ന ആ അമ്മയെ ഒപ്പം കൂട്ടേണ്ടി വന്ന ഒരു അനാഥാലയത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയെക്കുറിച്ച് പറയാനാണ് ഞാനിന്ന് വന്നേക്കുന്നത്. മക്കളുള്ള അമ്മമാരെ സ്നേഹക്കൂട്ടിൽ സംരക്ഷിക്കുക. ഇല്ലെങ്കിലും ചില സാഹചര്യങ്ങൾ കാണുമ്പോൾ മനസ്സാക്ഷി നമ്മളെ കൊണ്ട് മറിച്ച് ചിന്തിപ്പിക്കും. തന്നെ നടുറോഡിൽ കൊണ്ട് കളഞ്ഞിട്ട് പോയ ഇളയ മകനും കുടുംബത്തിനും ഒരു മുള്ളുപോലും കൊള്ളരുതെന്ന് ഇപ്പോഴും കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന, എന്നെ കൊണ്ടുപോയാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകില്ലേ മക്കളെ എന്ന് ചോദിക്കുന്ന ശ്വാസമുട്ട് കലശലായ ശാന്തമ്മ അമ്മയോട് കൂടെ കൂട്ടാൻ പറ്റില്ലെന്ന് പറയാൻ അവർക്ക് മനസ്സ് അനുവദിച്ചില്ല. പെറ്റ അമ്മയെ അനാഥാലയത്തിൽ അയക്കാൻ മനസ്സ് അനുവദിക്കുന്നില്ലെങ്കിലും ഭാര്യയുടെ വീട്ടിൽ താമസിക്കുന്ന തൻ്റെ നിസ്സഹായ അവസ്ഥയിൽ പദം പറഞ്ഞ് കരയുന്ന എൻ്റെ അച്ഛൻ്റെ പ്രായമുള്ള ആ ഒരു മകൻ്റെ അവസ്ഥ നേരിൽ കണ്ടപ്പോൾ പറ്റില്ല എന്ന് പറയാനും അവർക്ക് സാധിച്ചില്ല. ഇനി ആ അമ്മ സ്നേഹക്കുട്ടിലെ മക്കളുടെ തണൽ 1000 മക്കളുടെ അമ്മയായി ആ സ്നേഹക്കുട്ടിലുണ്ടാകും. ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, ഞാൻ ചത്താലും മറ്റു മക്കളെ കാണിക്കരുതെന്ന് പറഞ്ഞതിനാൽ മക്കളാണെന്നും പറഞ്ഞ് അമ്മയെ കാണാൻ ആരും സ്നേഹക്കൂടിൻ്റെ പടിക്കൽ എത്തരുത് എന്ന ഒരു അഭ്യർത്ഥന ആ 4 മക്കളോടും കൂടെ അമ്മയ്ക്ക് ഒന്ന് പറയാനുണ്ട്. എന്തിന് ആ മക്കൾക്ക് വേണ്ടാത്തോണ്ടല്ലേ? മക്കളെ കാണണ്ടേ? മക്കളെ കാണാൻ ആഗ്രഹമില്ലേ? മക്കളെ സ്വപ്നത്തിൽ കാണാറുണ്ടോ എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട് ആ ഒരു വീഡിയോയിൽ. അമ്മ പറയുന്നുണ്ട്, എന്തിന്? ആദ്യമെങ്കിൽ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു, ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തു കൂട്ടിയിട്ടായിരുന്നു ഏതൊരമ്മയും സ്വന്തം മക്കളെ വളർത്തി വലുതാക്കുന്നത്. പക്ഷേ കാലക്രമേണ അവരൊരു പ്രായം എത്തുമ്പോൾ, ഇവർ പച്ച പിടിച്ച് തുടങ്ങുമ്പോൾ ആ അമ്മ അല്ലെങ്കിൽ ആ അച്ഛൻ അവർക്കെല്ലാവർക്കും വെറും ഒരു വേസ്റ്റ് പാത്രം പോലെ ആയിപ്പോവും. അവർക്കെല്ലാവർക്കും മത്സരിക്കാനുള്ള, നോക്കാൻ വേണ്ടിയിട്ടുള്ള മത്സരമല്ല, അവരെ ഉപേക്ഷിക്കാനുള്ള മത്സരം. എന്നെക്കൊണ്ട് പറ്റില്ല, എനിക്ക് കുടുംബമുണ്ട്, എനിക്കെന്ന് പറയുന്ന ഈ ഞാൻ എവിടെ നിന്നുണ്ടായി ഒന്ന് ചിന്തിച്ചാൽ തീരാവുന്നേ ഉള്ളൂ. എടോ, താൻ ഇന്ന് പ്രവർത്തിക്കുന്ന ഈ പ്രവൃത്തി ഉണ്ടല്ലോ, തൻ്റെ മക്കൾ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നാളെ ഒരു കാലത്ത് തന്നോട് അതേ ഈ പ്രവൃത്തിയിലല്ല, അതിനേക്കാളും 10 ഇരട്ടി ലാഘവത്തോടു കൂടി തന്നോട് ഇത് കാണിക്കുമ്പോൾ തനിക്ക് തിരിച്ചൊന്നും പറയാനൊരവസ്ഥ ഉണ്ടാകില്ല. കാരണം താൻ ഇന്ന് കാണിക്കുന്നത് തൻ്റെ മക്കളുടെ ഫ്രണ്ടിൽ വെച്ചാണ്. ആ അമ്മയെ ഉപേക്ഷിച്ചപ്പോൾ, ആ അമ്മയെ നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ 4 മക്കളുണ്ടായിട്ട് നിങ്ങൾ മത്സരിച്ചപ്പോൾ, വേണ്ട എന്ന് തെരുവിലേക്ക് എറിഞ്ഞപ്പോൾ നിൻ്റെ മക്കൾ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അത് നോക്കിയല്ലേ നിൽക്കണേ? എന്തുകൊണ്ട്? കർമ്മ ആരെയും വെറുതെ വിടില്ല എൻ്റെ പൊന്ന് സഹോദര സഹോദരി. കർമ്മ എന്നത് സത്യമായ ഒരു കാര്യമാണ്. നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിന് അതുപോലെ തന്നെ തിരിച്ചടിക്കുന്ന ഒരു സാധനമാണ് കർമ്മ. അത് കിട്ടി അനുഭവിച്ചിട്ടേ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോവുള്ളൂ. ആ അമ്മയോട് ആ വീഡിയോ എടുക്കുന്നവർ ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ അമ്മ മക്കളെ സ്വപ്നം കാണാറുണ്ടോ? കണ്ണ് നിറഞ്ഞ് തുളുമ്പുന്ന ഒരു സീനാണ് അമ്മ പറയുന്നത്. ഞാൻ എന്തിന് സ്വപ്നം കാണാൻ? എന്നെ വേണ്ടാത്തോണ്ടല്ലേ അവരെന്നെ കളഞ്ഞത്? ഇനി ഞാൻ അവരെ എന്തിന് സ്വപ്നം കാണണം? അമ്മയ്ക്ക് അവരെ കാണാൻ പോകണമെന്നുണ്ടോ? അമ്മയെ കൊണ്ടാക്കണോ അമ്മയുടെ മക്കളുടെ കയ്യിൽ? വേണ്ട, ഞാൻ ഈ സ്നേഹക്കൂട്ടിൽ കഴിഞ്ഞോളാം. ഇവിടെ എനിക്ക് സമയത്തിന് ഭക്ഷണം കിട്ടുന്നുണ്ട്, എനിക്ക് 1000 പേര് എനിക്ക് വർത്തമാനം പറയാനുണ്ട്. പ്രായം കഴിഞ്ഞ് വയസ്സാവുമ്പോൾ അവരോടൊന്ന് സംസാരിക്കുവാനോ, ഒരു 10,000 സിനിമയ്ക്ക് നിങ്ങൾ പോയിട്ട് വരുമ്പോൾ ഒരു സിനിമയ്ക്കെങ്കിലും നിങ്ങൾ പരസ്പരം ആഴ്ചയിലും അല്ലെങ്കിൽ എല്ലാ ദിവസങ്ങളിലും ഇടവിട്ട ദിവസങ്ങളിൽ നിങ്ങൾ ടൂറോ അത് ഇതെന്നൊക്കെ പോകുമ്പോൾ, ഒരു ദിവസമെങ്കിലും നിങ്ങൾ ആ അമ്മയെ കൊണ്ട് ജസ്റ്റ് ഒന്ന് നിങ്ങളെ നടത്താൻ കൈപിടിച്ച് നടത്തി നിങ്ങളെ പരിശീലിപ്പിച്ചത് ആ അമ്മയല്ലേ? ഇന്ന് നിങ്ങൾ പറക്കുന്നു, ജീവിതം എന്ന തോണിയിൽ നിങ്ങൾ ഇഴഞ്ഞല്ല നീങ്ങുന്നത്, നിങ്ങൾ പറക്കുക. ആ പറപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എത്ര പ്രാർത്ഥനകളും എത്ര ത്യാഗങ്ങൾ സഹിച്ചായിരിക്കും നിങ്ങളെ ഈ പ്രായത്തിൽ എത്തിച്ചത്. ഒന്നും പറയാതിരിക്കാൻ പറ്റുന്നില്ല സഹോദര സഹോദരി. വേദന നിറഞ്ഞൊരു വീഡിയോ ആണ്. ഞാനിതിൻ്റെ കൂടെ ആഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബിന് ഒരിക്കൽ സ്ട്രൈക്ക് കിട്ടിയതാണ്.
എന്നാൽ ആഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇങ്ങനെ ആഡ് ചെയ്യുന്നതായിരിക്കും. ഒന്ന് കണ്ടു നോക്കുക. എൻ്റെ പൊന്ന് സഹോദരങ്ങളെ, കർമ്മ എന്നത് ആരെയും വെറുതെ വിടില്ല. ആ അച്ഛനും അമ്മയും ഉള്ളത് കൊണ്ടാണ് ഇന്ന് നമ്മളായിട്ട് മാറിയത്. ഇല്ല എന്നുണ്ടെങ്കിൽ ആ അമ്മേനെക്കാണ് അപ്പുറത്തെ അവസ്ഥയിൽ നമ്മൾ എത്ര അമ്മമാരുണ്ട്. പ്രസവിച്ച ഉടനെ ആ മക്കളെ കൊണ്ട് വേസ്റ്റിൽ കൊണ്ടെറിഞ്ഞിട്ട് പോവും, അമ്മത്തൊട്ടിൽ എറിഞ്ഞിട്ട് പോവും. എടോ, ഈ അമ്മ നിങ്ങളെ 4 പേരെ ഈ പ്രായം വളർത്തിയില്ലേ? നിങ്ങളെയൊക്കെ ഓരോ ജീവിതത്തിലോട്ട് കൊണ്ടെത്തിച്ചില്ലേ? ഇന്ന് എത്ര അമ്മമാർ, എല്ലാ അമ്മമാരെയും ഞാൻ നല്ലതെന്ന് പറയുന്നില്ല. എത്ര അമ്മമാർ മക്കളെ കൊല്ലുന്നു, കാമുകന്മാർക്ക് വേണ്ടിയിട്ട് മക്കളെ കൊല്ലുന്നു, അവരുടെ സ്വന്തം സുഖത്തിന് വേണ്ടിയിട്ട് മക്കളെ കൊല്ലുന്നു. എത്ര അമ്മമാർ. ഈ അമ്മ നിങ്ങളെ 4 പേരെയും പോറ്റിയില്ലേ? നിങ്ങളെ 4 പേരെയും വളർത്തിയില്ലേ? നിങ്ങളെ ഒരു നിലയ്ക്ക് എത്തിച്ചില്ലേ? ഇപ്പോൾ നിങ്ങൾക്ക് അമ്മയെ നോക്കാൻ മത്സരം. നിങ്ങൾക്ക് നോക്കാൻ വയ്യ, ഉപേക്ഷിക്കണം. ഞാനൊന്നും പറയുന്നില്ല. ആ അമ്മ ചത്താൽ പോലും ആ അമ്മയുടെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു നോക്ക് കാണാനോ നിങ്ങളെ സമ്മതിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ അമ്മയുടെ മനസ്സ് എന്ത് നീറിപ്പോകഞ്ഞിട്ടായിരിക്കും അങ്ങനെ പറയണമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. അതൊന്നും സാരയില്ല. ഉച്ചിയിൽ വെള്ളമിറങ്ങാതെ കൊണ്ടെന്നെ തുവർത്തിയതമ്മ കണ്ണേറു തട്ടാതെ ഒന്നു തൊട്ടതെന്നമ്മ മഷി. അഞ്ച് മക്കളുള്ള ഒരമ്മയാണ് നമ്മളിപ്പോൾ ഏറ്റെടുക്കുന്നത്. ശരിക്കും ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ ഏറ്റെടുക്കാറില്ല. ഇങ്ങനെ മക്കളുള്ള അമ്മമാരെ കഴിയുന്നതും അവർ തന്നെ സംരക്ഷിക്കണം എന്നാണ് നമ്മൾ കരുതുന്നത്. അതാണെങ്കിലും അമ്മയുടെ ഒരു അവസ്ഥയും ഇവരുടെ ഒരു അവസ്ഥയും സാഹചര്യവും ഒക്കെ ഇവർ പറഞ്ഞു കേട്ടപ്പോൾ നമുക്ക് കാണാനായിട്ട് വന്നതാണ്. സത്യം പറഞ്ഞാൽ ഒരുങ്ങിയിരിക്കുകയാണോ എന്നോട് പോരാൻ? ഒരുങ്ങിയിരിക്കുവാണോ? ഒരുങ്ങിയിരിക്കുകയാണ് പോരാനായിട്ട്. നല്ല സെറ്റ് മുണ്ടൊക്കെ ആണല്ലോ, നല്ല കളറ് റോസ് ഒത്തിരി ഉണ്ട്. ഒത്തിരി സെറ്റ് മുണ്ടൊക്കെ ഉണ്ട്. ഏത് ഇളയ മോൻ ഈ പോവാന്നുള്ളത് മോൻ അറിഞ്ഞു വേണ്ടെന്ന്. ഇപ്പൊ ഈ അമ്മയുടെ ഇളയ മകൻ പറയുന്നത് അമ്മേനെ വേണ്ടെന്നാണ് പറയുന്നത്. ചത്താലും വരത്തില്ലെന്നാണ് പറയുന്നത്. ശരിക്കും വരണ്ട അല്ലേ? അങ്ങനെയുള്ളവര് ചത്താ വരണ്ട അല്ലേ? കാണിക്കരുതെന്ന്. നമ്മുടെ ജിതിന്റെ ഷേപ്പാണ് ഇളയ മകനെന്നാണ് പറയുന്നത്. മകന്റെ മകൻ. മുറിക്കകത്താണ് ഈ ഒരു കുടുംബം മുഴുവൻ കഴിയുന്നത്. പിന്നെ ഇവിടെ ഒരു അമ്മയും കൂടി ഉണ്ട്, 87 വയസ്സുള്ള ചേച്ചിയുടെ ഒരു അമ്മയും കൂടി ഉണ്ട്. ആ അമ്മയ്ക്കൊപ്പമാണ് ചേച്ചി ഈ അമ്മേനെയും കൂടെ നോക്കുന്നത്. അപ്പോൾ അവർക്ക് അതൊരു ബുദ്ധിമുട്ടായ സാഹചര്യത്തിലാണ് നമ്മളെ അറിയിച്ചതും നമ്മൾ ഈ അമ്മേനെ കാണാനായിട്ട് വന്നതും. അമ്മയുടെ മൂത്ത മകൻ ഇവിടെ ഉണ്ട്. മോൻ കരച്ചിലാണ്. നമുക്ക് പോകാം, നമ്മുടെ വീട്ടിലോട്ട് പോകാം. ഇവര് വരും, വന്ന് കാണും. ഉച്ചിയിൽ വെള്ളമിറങ്ങാതെ കച്ച കൊണ്ടെന്നെ അതൊന്നും സാരയില്ല. എല്ലാരും അങ്ങനെയൊക്കെ തന്നെയാ. പ്രായമാകുമ്പോഴേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ ഉള്ള അമ്മമാര് തന്നെയാ എല്ലാരും. അതൊന്നും കുഴപ്പമില്ല. അവിടെ നോക്കാൻ നേഴ്സുമാരൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് പോവാം. അണ്ണം വേണ്ട. കൊച്ചുമോനെ പോലെയാണ് നമ്മുടെ ജിതിനെ കണ്ടിട്ട് കൊച്ചുമോനെ പോലെയാന്നാ പറയുന്നത് അമ്മയുടെ. കളിച്ചു നടന്നപ്പോൾ ഉച്ചത്തിലെന്നെ വിളിച്ചു. ഓണത്തിന് വരണം കേട്ടോ. ഓണത്തിന് വരും.
ഫേസ്ബുക്ക് ഇടും. ഞങ്ങളെ വിളിച്ചമ്മ കാവലാളായവൾ നിന്നു നോവുകൾ നിദ്ര കവർന്ന നിശകളിൽ അതാ ചിരിച്ചോണ്ട് വിടുതാന്ന്. ശരിക്കും ഇങ്ങനെ ഒരു അമ്മയെ ഏറ്റെടുക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണോ ഇത്ര വർഷത്തെ എക്സ്പീരിയൻസിൽ കേട്ടോ. അമ്മ പറയുന്നത് മോനോട് ചിരിച്ചുകൊണ്ട് വിടറാൻ മോനെ എന്നാണ് പറയുന്നത്. വിജയിക്കുമെന്നാദ്യമായി ചൊല്ലിയതമ്മ വിദ്യാലയത്തിലെന്നാദ്യമായി പോയ നാൾ കൈപിരിഞ്ഞു ഞാൻ കരഞ്ഞു. ഞാനറിയാതവൾ ചുവരിൻ മറവിലന്നിൻ ചേഷ്ടകൾ നോക്കി നിന്നു. പിന്നിട്ടു വർഷങ്ങളേറെ എന്നാകിലും അമ്മയ്ക്കു ഞാനിന്നു മുന്നേ. പിന്നിട്ടു വർഷങ്ങളേറെ എന്നാകിലും അമ്മ പോരുന്ന വഴിയിലൊക്കെ എന്നോട് കുറേ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു. ശരിക്കും ഒന്ന് ഉറങ്ങിയിട്ട് ദിവസങ്ങളായി എന്നാണ് പറഞ്ഞത്. വണ്ടിയിലിരുന്നൊക്കെ അമ്മ ഉറക്കം തൂങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ആ ഉറക്കമൊക്കെ നഷ്ടപ്പെട്ടു. നമ്മളെ സ്നേഹക്കൂട്ടിലെത്തി നമ്മുടെ അമ്മമാരെയെല്ലാം കണ്ട് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് വളരെ സന്തോഷം തോന്നി. അവരോടെല്ലാം വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയും വർത്തമാനം പറയുകയൊക്കെ ചെയ്ത് അമ്മ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നതാണ് എനിക്ക് കണ്ടത്. സത്യം പറഞ്ഞാൽ അന്നേരം എനിക്കും മനസ്സിലൊരു സന്തോഷം തോന്നി. ഈ ഭൂവിൽ ഒന്നുകൂടി ഞാൻ അറിഞ്ഞു, എക്കാലവും മൊളി മങ്ങാത്തൊരുന്നതെന്നമ്മ എന്നുമ്മ തന്നല്ലോ. അപ്പൊ കടക്കാന്റെ കട്ടിലായി കേട്ടോ. തിരിഞ്ഞിരുന്നോ. ഈ ഒരു പ്രായത്തിൽ ഒറ്റപ്പെടലുകൾ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരുമിച്ച് കൂട്ടായിട്ട് ചിരിയും കളിയുമൊക്കെ ആയിട്ട് നമ്മുടെ അമ്മമാരെല്ലാം സന്തോഷിച്ച് ഒരുമിച്ചിരിക്കട്ടെ എന്ന് ഞാനും അങ്ങ് തീരുമാനിച്ചു. അങ്ങനെ നമ്മുടെ ശാന്തമ്മ കൂടി നമ്മുടെ സ്നേഹത്തിൻ്റെ കൂട്ടിലേക്ക് എത്തി. നൽകിയിടുവാൻ എന്തേ മറക്കുന്നു എന്തേ മറക്കുന്നു ഞാൻ.